സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. സംസ്ഥാന സ്കൂൾ കലോത്സവ ലഹരിയിൽ തൃശൂർ. മൂന്നാം ദിനം പിന്നിട്ടതോടെ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം മുറുകി. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി മത്സരം ഓൺലൈനായി സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാസ്കുലൈറ്റിസ് രോഗം ബാധിച്ച കാസർഗോഡ് സ്വദേശിനി സിയ ഫാത്തിമയ്ക്ക് വേണ്ടിയാണ് ഓൺലൈൻ മത്സരം നടത്തുന്നത്. മുണ്ടൂർ പുറ്റേക്കര റോഡിലെ കുപ്പിക്കഴുത്തിന് പരിഹാരം. സ്ഥലം ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങി. മാള അണ്ണലൂരിൽ ബൈക്ക് മരത്തിലിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. പന്നിത്തടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. മേത്തല എടമുക്കിൽ 2 വയസ്സുകാരന്റെ മുഖം തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും കാട്ടാനിറങ്ങി. പുലിയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനം പിന്നിട്ടതോടെ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം മുറുകി. കണ്ണൂരും കോഴിക്കോടും ആതിഥേയരായ തൃശൂരും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടിയും പരിചമുട്ടുകളിയും ചവിട്ടുനാടകവും ഭരതനാട്യവും തുടങ്ങി വിവിധ മത്സര ഇനങ്ങൾ 3ാം ദിനം കീഴടക്കി. നാടൻപാട്ടും പൂരക്കളിയും നങ്ങ്യാർകൂത്തും കേരള നടനവും മോണോ ആക്ടും തിരുവാതിരക്കളിയും കലാസ്വാദകർക്ക് വിരുന്നേകി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനം മുഖ്യവേദിയായ സൂര്യകാന്തിയിൽ അരങ്ങേറിയ കുച്ചിപ്പുടി, തിരുവാതിരക്കളി മത്സരങ്ങൾ നിരവധി കലാപ്രേമികളെ ആകർഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതൽ അരങ്ങേറിയ ഹയർ സെക്കൻഡറി ഗേൾസ് വിഭാഗം കുച്ചിപ്പുടി മത്സരങ്ങൾ ഭാവപൂർണതയിലും താളാത്മകതയിലും കൃത്യതയാർന്ന അംഗചലനങ്ങളുമായി മികവാർന്ന നിലവാരം പുലർത്തുന്നതായി. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി മത്സരങ്ങൾ നിശ്ചയിച്ചതിലും അല്പം വൈകിയാണ് ആരംഭിച്ചതെങ്കിലും മത്സരങ്ങളിലെ അവതരണ മികവ് ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരം ഓൺലൈനായി സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വാസ്കുലൈറ്റിസ് രോഗം മൂലം ചികിത്സയിലുള്ള കാസർഗോഡ് സ്വദേശിനി സിയ ഫാത്തിമയ്ക്ക് വേണ്ടിയാണ് ഓൺലൈൻ മത്സരം നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഹൈസ്കൂൾ വിഭാഗം അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ സിയ ഫാത്തിമ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയിരുന്നു. ഇതേ തുടർന്നാണ് ശനിയാഴ്ച രാവിലെ 11-ന് വിദ്യാർത്ഥിനിയെ ഓൺലൈനായി മത്സരിപ്പിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. കൂടാതെ കാസർഗോഡ് സ്വദേശി സച്ചു എന്ന വിദ്യാർത്ഥിയുടെ ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റവന്യൂ വകുപ്പ് മന്ത്രി അനുവദിച്ച സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകാനും തീരുമാനമായതായി വാർത്താസമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 4-ന് പത്മശ്രീ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മുണ്ടൂരിലെ കുപ്പിക്കഴുത്ത് പൊളിച്ചു തുടങ്ങി. മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ദൂരത്തെ സ്ഥലം ഏറ്റെടുത്താണ് കുപ്പിക്കഴുത്തിന് പരിഹാരം കാണുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് 25.57 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ഭൂമിയുടെ മുഴുവൻ രേഖകളും ഹാജരാക്കി ആദ്യഘട്ട അവാർഡ് അനുവദിച്ച ഗുണഭോക്താക്കളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് MLA സേവ്യർ ചിറ്റിലപ്പള്ളി, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AK നവീൻ എന്നിവരുടെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങിയത്. ശേഷിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്നും പൂർണ്ണമായും രേഖകൾ ശേഖരിച്ച് അവാർഡ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ
വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് MLA അറിയിച്ചു. മാള അണ്ണല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ 19 വയസ്സുള്ള നീൽ ഷാജു, 19 വയസ്സുള്ള അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. നീൽ ഷാജു ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. അലൻ ഷാജു പുല്ലൂറ്റ് ITC വിദ്യാർത്ഥിയാണ്. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുമ്പോഴായിരുന്നു അപകടം. നീൽ ഷാജു 2 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും DJ പാർട്ടിക്കാരുടെ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. പാവർട്ടിയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞു വരികയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ DJ പാർട്ടി സംഘം സഞ്ചരിച്ച പിക്കപ്പ് വാൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസ്സിലും അക്കിക്കാവ് ഭാഗത്തുനിന്നും വരികയായിരുന്ന കാറിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസും പിക്കപ്പ് വാഹനവും നടുറോഡിൽ മറിഞ്ഞു. പിക്കപ്പ് വാൻ മറിഞ്ഞ് കാസർഗോഡ് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറിലും ഇടിച്ചു. ബസ് ഇടിച്ച് റോഡരികിലുള്ള തട്ടുകടകളും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസും കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. റോഡിൽ ഒഴുകിയ ഓയിൽ ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കി. അപകടങ്ങൾ നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിൽ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ചാലക്കുടി നഗരത്തിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. സൌത്ത് ജംഗ്ഷനിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ 4 പേരെയാണ് തെരുവ് നായ കടിച്ചത്. നഗരസഭാ ഭരണാധികാരികളുടെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി ധർണ ഉദ്ഘാടനം ചെയ്തു. ഏതാനും ദിവസം മുമ്പ് 5 പേരെ കടിച്ച നായയാണ് വെള്ളിയാഴ്ച വീണ്ടും അക്രമകാരിയായത്. പാലക്കാട് നിന്നും നഗരസഭ ഏർപ്പെടുത്തിയ ഡോഗ് സ്ക്വാഡ് 2 ദിവസം പരിശ്രമിച്ചിട്ടും അക്രമകാരിയായ തെരുവുനായയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 18 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കൊടുങ്ങല്ലൂരിലെ മേത്തല എടമുക്കിൽ തെരുവുനായ 2 വയസ്സുകാരനെ കടിച്ചു പരിക്കേൽപ്പിച്ചു. എടമുക്ക് ജുമാ മസ്ജിദിന് സമീപം മതിലകത്ത് വീട്ടിൽ സിയാദിന്റെ മകൻ ആലിമിനാണ് നായയുടെ കടിയേറ്റത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം. മുഖത്ത് കടിയേറ്റ കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു.
നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. പാലപ്പിള്ളി കുണ്ടായിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡിയിൽ കാട്ടാനയിറങ്ങി ഭീതി പരത്തി. പാടിയിലെ വാഴകൃഷിയും സർവീസ് വയറുകളും നശിപ്പിച്ച ആനകൾ 2 മണിക്കൂറിലേറെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. വൈദ്യുതി ഇല്ലാതായതോടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ തോട്ടത്തിലൂടെ എത്തിയ ആനക്കൂട്ടം പാടിക്ക് മുൻപിലെ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് 2 പാടികളിലെയും വാഴകൾ നശിപ്പിച്ച ശേഷം പാടിയുടെ ഷീറ്റുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. വീട്ടുകാർ പാട്ടകൊട്ടി ശബ്ദം വെച്ചതോടെയാണ് ആനകൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയത്. കാലപ്പഴക്കം ചെന്ന പാടികളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ മണിക്കൂറുകളോളമാണ് ഭീതിയിൽ കഴിഞ്ഞത്. പിന്നീട് വനപാലകരെത്തിയാണ് ആനകളെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടത്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുന്ന നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. പുലിയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ സീന വർഗീസ്, സന്ധ്യ ഷാജി, അജു തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വനംവകുപ്പ് സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. ഏനാമാവ് റെഗുലേറ്ററിന് പടിഞ്ഞാറ് കോടമുക്ക് കോലുമാടിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർദ്ദിഷ്ട സ്ഥലത്ത് മുരളി പെരുന്നെല്ലി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്, റോബിൻ വടക്കേത്തല എന്നിവർ കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് MLAയും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ് ഡയറക്ടർ MS സുധ, ഡെപ്യൂട്ടി ഡയറക്ടർ TV സിജി, അസിസ്റ്റന്റ് ഡയറക്ടർ KK നസീറ, അഡീഷണൽ ഇറിഗേഷൻ തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TB സ്നിഷ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. കോലുമാട് കുടിവെള്ള പദ്ധതി അടിയന്തരമായി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പദ്ധതിയും തയ്യാറാക്കി നൽകാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒരുപാട് ഒരു ശുദ്ധജല കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാൻ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടില്ല. അതിന് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടൽ നടന്നത് 2016 കാലഘട്ടത്തിൽ, അതിന് മുമ്പുണ്ടില്ല എന്നല്ല പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി കോലുമാട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, കോലുമാട് പദ്ധതിയുടെ പ്രത്യേകത നമ്മുടെ പീച്ചി വഴി ഇപ്പോൾ കുടിവെള്ളം നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള സംസാരിക്കുകയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ മേഖലാ സമ്മേളനം TCV ടവറിലെ TV വിനോദ് കുമാർ ഹാളിൽ നടന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് COA തൃശൂർ ടൗൺ മേഖലാ പ്രസിഡന്റ് PK അജിത് കുമാർ പതാക ഉയർത്തി. COA മേഖലാ എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ഡയറക്ടറുമായ KA ഡേവിസ് സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രജീഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. COA മേഖലാ പ്രസിഡന്റ് PK അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർ ഗ്ലാഡ്രി ജോൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. COA മേഖലാ സെക്രട്ടറി KV സുധീർ മേഖലാ പ്രവർത്തന റിപ്പോർട്ടും COA മേഖലാ ട്രഷറർ AJ ജോബി സാമ്പത്തിക റിപ്പോർട്ടും COA മേഖലാ കമ്മിറ്റി അംഗം TJ വിൽസൺ ഓഡിറ്റ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA സംസ്ഥാന കമ്മിറ്റി അംഗവും KCCL ഡയറക്ടറുമായ VP ബിജു, COA ജില്ലാ ട്രഷറർ CG ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അതായത് ഡിജിറ്റൽ ആക്റ്റീവ്. അപ്പൊ ഈ ജനറേഷൻ 7 ശേഷം 2012 നമ്മൾ വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള തോട്ടിൽ സൈക്ലിംഗ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്താങ്കല്ല് സ്വദേശി അഷ്റഫിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ഹിമാലയം ലഡാക്ക് യാത്രകളിലൂടെ ശ്രദ്ധേയനായ സൈക്കിൾ സഞ്ചാരിയാണ് അഷ്റഫ്. പാലത്തിന് മുകളിൽ നിന്ന് തോട്ടിലേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന വ്യാപകമായി KSEB ഓഫീസുകളിൽ നടത്തുന്ന മിന്നൽ പരിശോധനയുടെ ഭാഗമായി
കുന്നംകുളം കാണിപ്പയ്യൂർ വൈദ്യുത സബ്സ്റ്റേഷനിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. തൃശൂർ വിജിലൻസ് ഓഫീസർ ഉമറുൽ ഫാറൂഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്തെ വിവിധ KSEB സെക്ഷനുകളിലും സബ്സ്റ്റേഷനുകളിലും വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷന് സമീപം പടക്കങ്ങൾ കൊണ്ടുവന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ച സംഭവത്തിൽ കൊറിയർ സർവീസ് സ്ഥാപനത്തിലെ മാനേജർ ഉൾപ്പെടെ 5 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊറിയർ സ്ഥാപനത്തിലെ മാനേജർ മണ്ണുത്തി സ്വദേശി പ്രദീപ്, കെട്ടിട ഉടമ നടത്തറ സ്വദേശി സുനിൽകുമാർ, കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരായ അങ്കമാലി സ്വദേശി അഖിൽ, മണ്ണുത്തി സ്വദേശി ഹസീബ്, കണ്ടെയ്നർ ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി മാരിമുത്തു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് കേസെടുത്ത് 5 പേരെയും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. കോയമ്പത്തൂരിൽ നിന്ന് നടത്തറയിലേക്ക് കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവന്ന പടക്ക സാമഗ്രികൾ പിക്കപ്പ് വാനിലേക്ക് മാറ്റി കയറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കയ്പമംഗലം വഴിയമ്പലം കിഴക്ക് കുറ്റിക്കാട്ട് ക്ഷേത്രത്തിനടുത്ത് തട്ടാർക്കുഴി വീട്ടിൽ സുബീറിന്റെ മകൻ 17 വയസ്സുള്ള അമീർ അലിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥി ക്ലാസ്സിൽ എത്തിയിരുന്നില്ല. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശമംഗലം വറവട്ടൂരിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന അനധികൃത കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കരിങ്കല്ലുകൾ കയറ്റി ടോറസ് ലോറികൾ കടന്നുപോകുന്നത് മൂലം റോഡുകൾ തകരുകയും പ്രദേശത്ത് പൊടിപടലങ്ങൾ നിറഞ്ഞ് ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്നതിനെതിരെയാണ് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുമായും ക്വാറി ഉടമയുമായും ചർച്ച നടത്തി താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക്. TCV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർ, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയേഴ്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. ചവിട്ടുനാടകത്തിലെ അവതരണത്തിന് പിന്നിൽ ഒരുപാട് നാളുകളിലെ കഠിനാധ്വാനവും പരിശ്രമവുമുണ്ട്. കൊമ്പൻ മീശയും താടിയും തൊപ്പിയും മിന്നിത്തിളങ്ങുന്ന വേഷങ്ങളുമായി രാജാവും വിദൂഷകനും ഭടന്മാരുമെല്ലാം എത്താൻ അധികമാരും ശ്രദ്ധിക്കാത്ത, അധികമാർക്കും അറിയാത്ത കഠിന അധ്വാനമുണ്ട്. ഒരു സംഘം അരങ്ങിലെത്താൻ മണിക്കൂറുകളുടെ അണിയറ ഒരുക്കങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആശാന്റെ അനുഗ്രഹം വാങ്ങി തുടങ്ങുന്നു മേക്കപ്പ്. 6-ാം വയസ്സിൽ തട്ടിൽ കയറി തുടങ്ങിയ രാജു നടരാജൻ ആശാന്റെ ശിക്ഷണത്തിൽ മാത്രം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ഇക്കുറി 9 സംഘങ്ങളാണ് അരങ്ങിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ
ആശാൻ അണിയറയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ല. 6 വയസ്സിൽ കൊച്ചുറോൾദോൻ ഈ വർഗീസ് എന്ന് പറഞ്ഞ 2 നാടകത്തിലാണ് എൻ്റെ തുടക്കം. എൻ്റെ ഗുരു എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരായിട്ട് ചവിട്ടുകടക്കാരാണ്. അങ്ങനെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് ചവിട്ടുകടത്തിന് പോയാണ്. കഴിഞ്ഞ വർഷം ഞാൻ 504 കുടുംബശ്രീ പെണ്ണുങ്ങളെ പഠിപ്പിച്ച് വേൾഡ് ടാലന്റ് റെക്കോർഡും കിട്ടി. ഒരു സംഘം വേദിയിലെത്തണമെങ്കിൽ അധ്വാനം മാത്രമല്ല, ഭീമമായ സാമ്പത്തിക ചിലവുമുണ്ട്. 3 മാസം ട്രയൽ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ. 3 മാസം നല്ലൊരു പൈസ ചെലവാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക്. ഈ ഡ്രസ്സുകളും നമ്മൾ 10 ജോഡി ഉടുപ്പിക്കുന്നത് 10,000 രൂപ ഡ്രസ്സ് വാടക വരും, ലക്ഷങ്ങൾ വരും ഇത് തയ്ച്ചെടുക്കാൻ തന്നെ. ആദ്യകാലത്ത് ആൺകുട്ടികൾ ആധിപത്യം സ്ഥാപിച്ച ചവിട്ടുനാടകവേദി ഇപ്പോൾ പെൺകുട്ടികൾ വാഴുന്നിടമായി മാറി. മാസങ്ങൾ നീണ്ട ചിട്ടയായ പരിശീലനത്തിലൊടുവിലാണ് സംഘങ്ങൾ അരങ്ങിലെത്തുന്നത്. മേക്കപ്പിനെ കുറച്ച് ടൈം എടുക്കൂ. ഡ്രസ്സെല്ലാം ഒരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഇട്ടിട്ട് തീരും. ഈ മീശയും താടിയും ഉണ്ടാകുന്നവർക്ക് കുറച്ചും കൂടി ടൈം എടുക്കും. പരിശീലനം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാറുണ്ട്. അധ്വാനം കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. എന്നാലും പക്ഷെ വേദിയിലെത്തുമ്പോൾ സന്തോഷം, ഭയങ്കര സന്തോഷം. രാവിലെ മുതൽ തുടങ്ങിയാണോ? രാവിലെ തുടങ്ങി. എന്റെ ഫസ്റ്റ് ടൈമാണ്. മേക്കപ്പ് ഇടാൻ സമയം ഒത്തിരി എടുക്കുന്നുണ്ടോ? നോക്കിയിട്ടില്ല, സംസാരിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞില്ല, സമയം അങ്ങനെ നോക്കിയിട്ടില്ല. കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ അരങ്ങിലെത്തുമ്പോൾ ചില പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നതായി ആശാൻ പറയുന്നു. വേദനീയമായ ഒരു സങ്കടമുണ്ട്. കാരണം ഇതിന്റെ ജഡ്ജ്മെന്റ് ചെയ്യണത് ഒരിക്കലും ചവിട്ട് നാടക അറിയാവുന്ന വ്യക്തികളല്ല. അംഗീകാരമുള്ള ഒരു സംഭവമാണ് ചവിട്ട് നാടകം. അതറിയാൻ പാടില്ലാത്ത മാർഗം കളിക്കാരും പരിചയമുട്ടുകാരുമാണ് ഇത് ജഡ്ജ്മെന്റിൽ വന്നത്. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് രൂപപ്പെടുത്തിയ ഈ ദൃശ്യകലാരൂപത്തിന്റെ മൂലത്തറവാടുകൾ പോർച്ചുഗീസ് പ്രാധാന്യമുള്ള കൊച്ചിയും കൊടുങ്ങല്ലൂരുമാണ്. അതുകൊണ്ട് തന്നെ കലോത്സവ വേദികളിലെ അണിയറ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം പേരും ഇവിടങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ്. ഏറെ നേരത്തെ മേക്കപ്പിനും പരിശീലനങ്ങൾക്കും ഒടുവിലാണ് ഓരോ ചവിട്ടുനാടക സംഘങ്ങളും വേദിയിലെത്തുന്നത്. അവിടെ അവർ പരമാവധി തങ്ങളുടെ പ്രകടന മികവും പുലർത്തുകയാണ്. അണിയറയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. വേദി 12-ൽ കഥകളി കാണാൻ സമയം കണ്ടെത്തിയ വിശിഷ്ടാതിഥിയെ കണ്ട് കൗതുകം പൂണ്ട് മത്സരാർത്ഥികൾ. വേദി 12 നിത്യകല്യാണിയിൽ കഥകളി കാണാൻ ഒരു വിശിഷ്ടാതിഥി എത്തി. വളരെ തിരക്കുണ്ട്, പക്ഷേ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കഥകളി കാണാനെത്തിയത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു. തീർച്ചയായും ആ കഥകളി കാണാനെത്തിയത് കലോത്സവം ഇവിടെ നടക്കുമ്പോൾ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കൗമാരകാലത്തെ ചില ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയായിരുന്നു, അല്ലേ ടീച്ചറെ? തീർച്ചയായും ഞങ്ങളെല്ലാവരും വളരെ സൗഹാർദ്ദപൂർവമാണ് കലയെ കണ്ടിരുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള കല ഏറ്റവും മനോഹരമായിട്ട് തികവോടെ അവതരിപ്പിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഇന്നിപ്പോ കടുത്ത മത്സരബുദ്ധിയോടുകൂടിയാണ് ചില കുട്ടികളൊക്കെ അതിൽ പങ്കെടുക്കുന്നത്. അവരോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ കല മറ്റുള്ളവരുടെ മുന്നിൽ A ഗ്രേഡോടുകൂടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കേണ്ടത്. 1ാം സമ്മാനം 2ാം സമ്മാനം ഓരോരുത്തർക്കേ കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണ്. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ മഹാകാര്യം. ഏറെ തിരക്കുകളുണ്ട്, പക്ഷേ മന്ത്രി ആർ ബിന്ദു നേരത്തെ നിശ്ചയിച്ചിരുന്നു കഥകളി മത്സരം കാണാൻ സമയം കണ്ടെത്തുമെന്ന്. 3ാം വയസ്സിൽ നൃത്തപഠനം ആരംഭിച്ച് 13ാം വയസ്സിൽ കഥകളി അഭ്യസിച്ച പെൺകുട്ടി പിന്നീട് മന്ത്രി പദവിയോളം എത്തി. പക്ഷേ കവിതയോടും കലയോടുമുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. കൗമാരനാളിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചാണ് ബിന്ദു ടീച്ചർ തൃശൂരിലെ കലോത്സവ വേദിയിലും കഥകളി മത്സരത്തിൽ കാഴ്ചക്കാരിയായത്. കുട്ടികൾ ചമയമണിയുന്നതും ഒരുക്കങ്ങളും കാണാനും മന്ത്രി എത്തി. 2 വർഷം മുമ്പ് കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മന്ത്രി കഥകളി അവതരിപ്പിച്ചിരുന്നു. നളചരിതം കഥയിലെ ദമയന്തിയായിരുന്നു വേഷം. ഏത് ഉന്നത സ്ഥാനത്ത് എത്തുമ്പോഴും
കലയെയും എഴുത്തിനെയും കൈവിടാത്ത ഒരു മനസ്സുണ്ട് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവിനെ. അതുകൊണ്ട് തന്നെ ഇത്തരം കലയുള്ള വേദികളിൽ മുൻനിരയിൽ തന്നെ ടീച്ചറെ കാണാനുമാകും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ. നാടോടി നൃത്തത്തിലും കുച്ചിപ്പുടിയിലും മികച്ച പ്രകടനവുമായി അക്ഷത അരുൺ. കലോത്സവം 3-ാം ദിവസമായി ഇന്ന് മുഖ്യവേദിയായ സൂര്യകാന്തിയിൽ അരങ്ങേറിയത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടിയിൽ വേദിയിലെത്തിയ മത്സരാർത്ഥികളെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം ക്രിസ്തുരാജ സ്കൂളിൽ നിന്നുള്ള 12ാം ക്ലാസ് വിദ്യാർത്ഥിനി അക്ഷതയാണ്. അക്ഷത കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിലും മോഹിനിയാട്ടത്തിലും A ഗ്രേഡ് നേടി എത്തിയതാണ്. ഈ വർഷം ഇന്നലെ അരങ്ങേറിയ നാടോടി നൃത്തത്തിൽ അക്ഷതയ്ക്ക് A ഗ്രേഡ് ഉണ്ട്. അക്ഷതയോട് നമുക്ക് സംസാരിക്കാം. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ കുച്ചിപ്പടി പഠിക്കുന്നത് കോഴിക്കോട് ഡോക്ടർ സജേഷ് എസ് നായർ സാറിൻ്റെ അടുത്താണ്. സാറിൻ്റെ വീട് താമരശ്ശേരിയാണ്. ഇതിപ്പോ ഈ വർഷം ഏത് ഇനത്തിലേക്കാണ് പങ്കെടുത്തത്? ഞാൻ ഈ വർഷം നാടോടി നൃത്തത്തിനും ഉണ്ടായിരുന്നു, കുച്ചിപ്പടിക്കും ഉണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു നാടോടി നൃത്തം, അതിന് A ഗ്രേഡ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഇനത്തിൽ പങ്കെടുത്തിരുന്നോ? കഴിഞ്ഞ വട്ടം എനിക്ക് മോഹിനിയാട്ടവും നാടോടി നൃത്തം ഉണ്ടായിരുന്നു, രണ്ടിനും A ഗ്രേഡ് ഉണ്ടായിരുന്നു. ഈ കൊല്ലത്തെ കുച്ചിപ്പുടിയിലെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ചെയ്യാൻ പറ്റി, എല്ലാവരും നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. A ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ പ്രകടനത്തിലും A ഗ്രേഡ് പ്രതീക്ഷയിലാണ് അക്ഷത. മുഖ്യവേദിയായ സൂര്യകാന്തിയിൽ നിന്നും ക്യാമറാമാൻ പ്രവീണിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. റേറ്റിംഗിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകളെ വിമർശിച്ച മോണോ ആക്ടിൽ മാധവ് ശങ്കർ. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പ്രതി പത്തനംതിട്ട പാലക്കാട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പേച്ചക്ക് 3 മണിക്കുള്ള കള്ളവണ്ടി ശബരി എക്സ്പ്രസ് കയറി എന്നാണ് നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ആരാണ് അതിജീവിത? തൊട്ടാ പൊട്ടാത്ത ഇംഗ്ലീഷ് പൊട്ടാത്ത സിനിമയിൽ അഭിനയത്തില് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പള്ളിക്കാവ് ശാന്തയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കഷ്ടം കഷ്ടം കഷ്ടം. പാലക്കാട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാധവ് ശങ്കർ. മാധ്യമ മത്സരങ്ങളുടെയും റേറ്റിംഗിനു വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നതിന്റെയും ഇരകളാകുന്നവരുടെ ദയനീയ കാഴ്ചകളും മാധ്യമ മേഖലയിൽ ഇന്ന് അനുഭവപ്പെടുന്ന മൂല്യച്യുതിയുമാണ് മാധവ് ശങ്കർ ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് വേദിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം സമൂഹത്തിന് അനിവാര്യമാണെന്ന അഭിപ്രായമുള്ള മാധവ് ശങ്കർ മാധ്യമ ലോകത്തെ അനഭിലഷണീയമായ ചില പ്രവണതകളെ തുറന്നു കാട്ടുകയായിരുന്നു. വാർത്തകൾ കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്കും നേരിനും വേണ്ടി മാത്രം നിലനിന്നിരുന്ന മാധ്യമ കാലഘട്ടം തിരിച്ചു വരണമെന്നാണ് മാധവ് ശങ്കർ അഭിപ്രായപ്പെടുന്നത്. മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം മാധ്യമങ്ങൾക്ക് നേരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ കടന്നുകയറ്റത്തെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്നുണ്ട് മാധവ് ശങ്കർ. കാണികളിൽ ചിരി പടർത്തിയ അഭിനയ മികവിന് നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചത്. റേറ്റിംഗിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച ഒരു കൊച്ചുമിടുക്കനാണ് എന്നോടൊപ്പം ഉള്ളത്. മാധവ് ശങ്കറാണ് മോണോആക്ട് വേദിയിൽ താരമായി മാറിയത്. എന്താണ് ഈ മോണോആക്ടിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മുടെ ജനാധിപത്യത്തിന്റെ കോർണർ സ്റ്റോർ എന്ന് പറയുന്നത് ജേർണലിസവും മീഡിയ ആണെന്ന് ഞങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ മീഡിയ അപ്പോൾ ഫാക്ട്സിനെ പ്രോപ്പറായി പ്രസന്റ് ചെയ്യണമെന്നും അതിനെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ റേറ്റിംഗിന് വേണ്ടി നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്കെതിരെയായിട്ടാണ് ഈ മോണാക്ട് അവതരിപ്പിക്കുന്നത്. ഇത് ജില്ലയിൽ വേറൊരു സാധനമായിരുന്നു, സ്റ്റേറ്റിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയം എടുക്കാമെന്ന് കലാഭവൻ നൗഷാദ് മാഷ് പറഞ്ഞുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ആശയം മാഷാണ് തിരഞ്ഞെടുത്തത്? അതെ അതെ. പിന്നെ ഞങ്ങളും ഓക്കെ പറഞ്ഞു, കാരണം ഇതിപ്പോൾ ആവശ്യമുള്ള ഒരു വിഷയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമ്മതം മൂളി. ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, മാധ്യമങ്ങളെ ആക്ഷേപിച്ചതല്ല. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള നല്ല മാധ്യമങ്ങളും നല്ല ജേർണലിസ്റ്റുകളും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അപ്പൊ ആ ഒരു കലയെ വളച്ചൊടിക്കുന്നവരെയാണ് ഇതിൽ അപമാനിക്കുന്നത്. അപ്പോൾ നല്ല ജേർണലിസ്റ്റുകൾക്കൊന്നും ഇതിൽ തോന്നാനുള്ള ഒരു മോശം തോന്നാനുള്ള ഒരു സംഭവം ഇല്ല ഇതിൽ. അത്രേ ഉള്ളൂ. നല്ല വിമർശനമാണ് ഉദ്ദേശിച്ചത്? നല്ല വിമർശനം, ക്രിറ്റിസിസം, വളർച്ചയ്ക്കായിട്ടുള്ള ക്രിറ്റിസിസം, അത്രേ ഉള്ളൂ. എന്തായാലും മനോഹരമായിരുന്നു ഈ നമ്മുടെ ഈ മിടുക്കന്റെ അവതരണം. അത് നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കാണാം.
നമസ്കാരം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല രാഷ്ട്രീയക്കാരെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം. കഷ്ടം. പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന മാധ്യമ സംസ്കാരം. അഭിനന്ദിക്കാനെത്തിയവരിൽ ഭൂരിഭാഗവും മാധ്യമപ്രവർത്തകരായിരുന്നു എന്നതും മാധവ് ശങ്കറിന്റെ അവതരണ മികവിന് ലഭിച്ച അംഗീകാരമാണ്. കലാഭവൻ നൌഷാദാണ് പരിശീലകൻ. സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. പാലക്കാട് പിരായിരി കൈമുക്കിൽ ശ്യാംശങ്കർ നിഷ ദമ്പതികളുടെ മകനാണ്. മാളവിക സഹോദരിയാണ്. എല്ലാവരെയും വിമർശിക്കുന്ന മാധ്യമങ്ങൾക്കും ഇടയ്ക്ക് ഒരു വിമർശനം അനിവാര്യമാണ്. എന്തായാലും മികച്ച പ്രകടനമാണ് മാധവ് ശങ്കർ കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം റഷീദ് അരുമപ്പെട്ടി. കലോത്സവം ആസ്വദിക്കാനെത്തിയ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. മൂന്നാം വേദിയായ നീലക്കുറിഞ്ഞിയിൽ മലപ്പൊലിയാട്ടം കാണാനാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും എത്തിയത്. കുട്ടികൾ ആദിവാസി ഗോത്ര കലാരൂപമായ മലപ്പൊലിയാട്ടം കണ്ട് ആസ്വദിച്ചു. കല്ലേറ്റുംകരയിൽ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററായ നിപ്മർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഭിന്നശേഷിക്കാരായ 40 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും അടക്കം 88 പേർ കലോത്സവം കാണാനെത്തിയത്. കുട്ടികൾ മത്സരങ്ങൾ കാണാൻ വേദിയിലെത്തിയതറിഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി എത്തുകയായിരുന്നു. കുട്ടികൾക്ക് അഭിവാദ്യമർപ്പിച്ച് അവരോടൊപ്പം സെൽഫിയും എടുത്താണ് മടങ്ങിയത്. കുട്ടികൾ മറ്റ് മത്സരവേദികളും സന്ദർശിച്ച് കലോത്സവ ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത്. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയേഴ്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ശ്രീകുരുമ്പ പുരസ്കാരം 3.5 പതിറ്റാണ്ടിലേറെയായി ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന CK ശേഖരന് സമ്മാനിച്ചു. നീലത്തും മഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പുരസ്കാരദാനം നിർവഹിച്ചു. കോട്ട കോവിലകത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ KP അജയൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർ KK സുരേഷ് ബാബു പൊന്നാട അണിയിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ് എന്നിവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ചിങ്ങാരത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. 60 വയസ്സായിരുന്നു. CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി അംഗവും AIDRM ദേശീയ കൌൺസിൽ അംഗവും സംസ്ഥാന ട്രഷററും ജില്ലാ സെക്രട്ടറിയുമാണ്. ഗുരുവായൂരപ്പനെ കാണിക്കയായി 12 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണമാലകൾ ലഭിച്ചു. ഗുരുവായൂർ കാരക്കാട് റോഡിൽ ശ്രീനദി ഇല്ലത്ത് ശിവകുമാറും പത്നിയും ചേർന്നാണ് കണ്ണന് സ്വർണ്ണമാലകൾ സമർപ്പിച്ചത്. മുത്തുകൾ ചേർത്ത് ലക്ഷ്മിദേവിയുടെ രൂപം ആലേഖനം ചെയ്ത ലോക്കറ്റോടുകൂടിയ 57 ഗ്രാമിന്റെ സ്വർണ്ണമാലയും ഗണപതി രൂപം മുദ്രണം ചെയ്ത ലോക്കറ്റോടുകൂടിയ 41 ഗ്രാമിന്റെ മറ്റൊരു മാലയാണ് സമർപ്പിച്ചത്. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ മാലകൾ ഏറ്റുവാങ്ങി. വഴിപാടുകാർക്ക് ദേവസ്വം തിരുമുടി മാലയും കളഭവും പഴം പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദ കിറ്റ് നൽകി. ശിവകുമാർ നേരത്തെയും സ്വർണ്ണമാലകളും വജ്രകിരീടവും വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ട്. എറണാകുളം ശിവക്ഷേത്ര ഉപദേശ സമിതിയും കൊച്ചിൻ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ എറണാകുളത്തപ്പൻ പുരസ്കാരത്തിന് പെരുവനം സതീശൻ മാരാർ അർഹനായി. ഈ മാസം 22-ന് എറണാകുളം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർബുദം സ്ഥിരീകരിക്കുന്ന രോഗികളിൽ രോഗവ്യാപന നിരക്ക് നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധന നിലച്ചു. രോഗം സ്ഥിരീകരിച്ച ശേഷം ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് അറിയുന്നതിനനുസരിച്ചുള്ള IHC പരിശോധനയാണ് നിലച്ചത്. പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന
റിയേജന്റ് കിറ്റുകൾ തീർന്നതാണ് പരിശോധന നിലയ്ക്കാൻ കാരണം. സെൻട്രൽ ലാബിൽ സ്റ്റോക്ക് കഴിയുന്ന വിവരം യഥാസമയം അറിയിച്ചിട്ടും ആശുപത്രി വികസന സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ ബോധപൂർവമായ വീഴ്ചയാണ് ദിനംപ്രതി 3 ജില്ലകളിൽ നിന്നെത്തുന്ന നിർധനരായ രോഗികളെ ദുരിതത്തിലാക്കിയത്. മെഡിക്കൽ കോളേജിൽ സൌജന്യമായി നൽകുന്ന പരിശോധന 10,000 രൂപ കൊടുത്ത് സ്വകാര്യ ആശുപത്രികളിൽ പാവപ്പെട്ട രോഗികൾ ചെയ്യേണ്ടിവരുന്ന അവസ്ഥയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആശുപത്രി വികസന സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർക്കും രാജേന്ദ്രൻ പരാതി അയച്ചു. തൃശൂർ ശക്തൻ നഗറിലെ സ്വകാര്യ ബാങ്കിന്റെ ചവിട്ടുപടികളിറങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണ വയോധികയെ CPR നൽകി രക്ഷപ്പെടുത്തിയ നഴ്സിന് ആദരം. കഴിഞ്ഞ 12-നാണ് വെളുത്തൂർ പ്ലാക്കൻ വീട്ടിൽ ഫിലോമിന ബാങ്കിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടെ കുഴഞ്ഞു വീണത്. ഈ സമയം ആശുപത്രിയിലേക്ക് ഡ്യൂട്ടിക്ക് പോവുകയായിരുന്ന പുല്ലൂർ സ്വദേശിനി ദിവ്യ ശിവരാമൻ ഫിലോമിനയ്ക്ക് CPR നൽകി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തൃശൂർ സൺ മെഡിക്കൽ ഹോസ്പിറ്റലിലെ നഴ്സാണ് ദിവ്യ. ദിവ്യയെ ആശുപത്രി അധികൃതർ ആദരിച്ചു. വരവൂർ പുളിഞ്ചോടിൽ അമിത ഭാരവുമായി വരികയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു. മരത്തടികളുമായി കയറ്റിവരികയായിരുന്ന പിക്കപ്പിന്റെ മുൻവശം അമിതഭാരം മൂലം പൊന്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹിറ്റാച്ചിയും മിനി ടിപ്പർ ലോറിയും ഉപയോഗിച്ച് നടത്തിയ പരിശ്രമത്തിനൊടുവിൽ വാഹനം റോഡിൽ നിന്ന് നീക്കം ചെയ്തു. വെങ്കിടങ്ങിൽ തട്ടുകടകളിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. കണ്ണോത്തുപാടത്ത് കച്ചവടം നടത്തുന്ന കണ്ണോത്ത് സ്വദേശികളായ ഫാരിസ്, ബഷീർ, ബക്കാർ, മുഹമ്മദ് അലി എന്നിവരുടെ കടകളിലാണ് സാമൂഹ്യവിരുദ്ധർ നാശനഷ്ടം വരുത്തിയത്. കടയിലുണ്ടായിരുന്ന സോഡാ കുപ്പികൾ റോഡിലേക്ക് വലിച്ചെറിയുകയും വാട്ടർ ടാങ്ക്, മറ്റ് സാമഗ്രികൾ എന്നിവ നശിപ്പിച്ച നിലയിലുമാണ്. കടയുടമകൾ പാവറട്ടി പോലീസിൽ പരാതി നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,145 രൂപ, പവന് 1,05,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. സംസ്ഥാന സ്കൂൾ കലോത്സവ ലഹരിയിൽ തൃശൂർ. 3-ാം ദിനം പിന്നിട്ടതോടെ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം മുറുകി. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി മത്സരം ഓൺലൈനായി സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാസ്കുലൈറ്റിസ് രോഗം ബാധിച്ച കാസർഗോഡ് സ്വദേശിനി സിയ ഫാത്തിമയ്ക്ക് വേണ്ടിയാണ് ഓൺലൈൻ മത്സരം നടത്തുന്നത്. മുണ്ടൂർ പുറ്റേക്കര റോഡിലെ കുപ്പിക്കഴുത്തിന് പരിഹാരം. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങി. മാള അണ്ണല്ലൂരിൽ ബൈക്ക് മരത്തിലിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. പന്നിത്തടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു.
ചാലക്കുടിയിൽ വീണ്ടും തെരുവനായ ആക്രമണം. 4 പേർക്ക് തെരുവനായയുടെ കടിയേറ്റു. മേത്തൽ എടമുക്കിൽ 2 വയസ്സുകാരന്റെ മുഖം തെരുവനായ കടിച്ചു പരിക്കേൽപ്പിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും കാട്ടാനിറങ്ങി. പുലിയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം.